അഗസ്ത്യ ചീര. ഇന്ന് അഗസ്ത്യ ചീര കൊണ്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ. ഇതൊന്നും കളയാനില്ല കേട്ടോ, ജസ്റ്റ് ഈ നെറ്റ് മാത്രം ഒന്ന് കളഞ്ഞാൽ മതി. എന്നിട്ട് ഫുള്ള് നമുക്ക് ഇതുപോലെ കുരുനാന്ന് അരിഞ്ഞെടുക്കണം. ഫുള്ള് അരിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാവേ. എന്താ മൊത്തം ഞാൻ അരിഞ്ഞ് കഴിഞ്ഞ്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു സവാള, 2-3 പച്ചമുളക്, കുറച്ച് വേപ്പില, മുട്ട. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര മുട്ടയെന്ന് വെച്ചെടുക്കാം. ഞാൻ 3 മുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ അടപ്പത്ത് വെച്ച് കുറച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും വേപ്പില സവാള എല്ലാം വെച്ച് നല്ലോണം വഴറ്റുക. സവാള കുറച്ച് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മതി. അതിലേക്ക് അരിഞ്ഞ് വെച്ച അഗസ്ത്യ ചീര ഇട്ട് കൊടുക്കുക. ഇതിൽ നിറം ജസ്റ്റ് മാറി വരും കേട്ടോ. അത് ചൂടേക്കാൻ നേരത്ത് ഇതിൻ്റെ കളറ് ജസ്റ്റ് മാറി വരും. നിങ്ങൾ നോക്കിക്കോ, വയലറ്റ് കളറായിട്ട് വരും. സോറി, ഇത് കാണാത്തവർക്ക് വേണ്ടി ഇതെല്ലാവരും ചോദിക്കാൻ ഒരു സാധനം വന്നത് അതുകൊണ്ട് ഞാനിത് സാവധാനത്തിൽ രീതിയിലിരിക്കുന്നത് കേട്ടോ. ഉണ്ടോ, ഇതിൻ്റെ കളർ മാറിയതൊക്കെ വയലറ്റ് കളറായി. നമ്മുടെ ഉള്ളി അരിഞ്ഞ് വാട്ടുന്ന ഒരു കളറാവില്ലേ, ഉണ്ടോ, ഇതേ കളറാവില്ല. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ച് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. നിങ്ങൾക്ക് തേങ്ങ ചേർക്കേണ്ടവർക്ക് തേങ്ങ ചേർക്കുക. ഇത് പല രീതിയിൽ വെക്കാം കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ച് ഉണ്ടാക്കിയതാണ്. തേങ്ങ ഇട്ടുണ്ടാക്കാം, പയറിട്ടുണ്ടാക്കാം, ചുമ്മാ തേങ്ങ മാത്രം ഇട്ടുണ്ടാക്കാം. കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫൈനലി ലുക്ക് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.